സിനിമാ ചിത്രീകരണത്തിനു വേണ്ടിയൊരുക്കിയ ജൈവ പച്ചക്കറിത്തോട്ടം ശ്രദ്ധേയമായി. ചപ്പാരപ്പടവ് കൂവേരിയിലാണ് നടൻ ശ്രീനിവാസൻ പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്ന സിനിമയ്ക്കുവേണ്ടി ജൈവ കൃഷിത്തോട്ടം ഒരുക്കിയത്. കൂവേരി പുഴയോരത്ത് 1/2 ഏക്കറോളം തരിശുഭൂമിയിലാണ് 2 മാസം മുമ്പ് നടൻ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷിക്ക് തുടക്കം കുറിച്ചത്. സിനിമാ ചിത്രീകരണത്തിനു വേണ്ടി സെറ്റിയിടുന്ന പതിവ് രീതി പാടെ ഉപേക്ഷിച്ചാണ് ചിത്രീകരണത്തിനായി ഒരു കൃഷിത്തോട്ടം തന്നെ ഒരുക്കിയത്. ഗുണമേന്മയുള്ള വിത്തുകൾ പാകി കൃത്യം 65 ദിവസം കൊണ്ട് തന്നെ പാവലും പടവലവും വെണ്ടയും ചീരയും എന്നുവേണ്ട വെള്ളരിയും വഴുതനയും ചിറങ്ങയും വരെ വിളവെടുപ്പിന് തയ്യാറായി. പൂർണ്ണമായും ജൈവരീതിയിൽ നടത്തിയ കൃഷിയിൽ പന്തലിനായി ഉപയോഗിച്ച കയറുകളിൽ പോലും പരിസ്ഥിതി സൌഹൃദം കാണാമായിരുന്നു. കോഴിവളവും ചാണകവും വെള്ളവും മാത്രം ഉപയോഗിച്ച് വിളയിച്ച പച്ചക്കറികളെ ജൈവ കിണിയൊരുക്കിയാണ് കീടങ്ങളിൽ നിന്നും സംരക്ഷിച്ചത്. വസ്ത്രവും ചെരുപ്പും മേടിക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന പ്രത്യേക താൽപര്യം പോലും ഭക്ഷണകാര്യത്തിൽ കാണിക്കാത്തവരാണ് മലയാളികളെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. നമ്മൾ സാധാരണ ഈ പച്ചക്കറി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഒരുപാട് കാണുമായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു തോട്ടം കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഏകദേശം ഒരുപോലെയാണ്. ഇത് റിയലായിട്ടുള്ള പച്ചക്കറി നന്നായിട്ട് സമൃദ്ധമായിട്ട് വിളഞ്ഞു. രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചാൽ മാത്രമേ നല്ല വിളവുണ്ടാകൂ എന്ന ധാരണ തെറ്റാണ്. ആളുകൾ വെറുതെ പറയാണ് രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചാൽ മാത്രമേ നല്ല വിളവുണ്ടാകൂ. എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണമെന്ന കാര്യം നാം മനസ്സിലാക്കാതെ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മളിപ്പോൾ ഒരു ഷൂ വാങ്ങിക്കുമ്പോൾ ഷർട്ട് വാങ്ങിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു താല്പര്യമുണ്ടല്ലോ, അത് നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമായിട്ടുള്ള ഭക്ഷണ കാര്യത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്. നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ നല്ല ആഹാരം കഴിച്ചേ മതിയാവും. ആളുകൾക്ക് അതിന്റെ പ്രാധാന്യം എത്ര തവണ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. കൃഷി എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്തൊക്കെയോ ജാലവിദ്യ കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കൃഷിയിൽ നിന്ന് പിന്മാറിപ്പോയ എത്ര ആൾക്കാരുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൃഷി അറിയില്ല. കൃഷി അറിയാനൊന്നുമില്ല. നല്ല തൈ സംഘടിപ്പിച്ച് വെറും ഒരു ചാണകവും ഗോമൂത്രവും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വിളവുണ്ടാവും. ചിത്രീകരണം അവസാനിച്ചതോടെ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പും ആഘോഷമായാണ് നടത്തിയത്. ചിത്രീകരണം കാണാനെത്തിയവരോട് കുശലം പറഞ്ഞും ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വാചാലനായും ശ്രീനിവാസനവും വിളവെടുപ്പിൽ പങ്കാളിയായി. തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് പച്ചക്കറികൾ സൌജന്യമായി നൽകുക കൂടി ചെയ്താണ് ചിത്രീകരണ സംഘം കൂവേരിയിൽ നിന്നും മടങ്ങിയത്. സഞ്ജീവനി ക്രിയേഷൻ നിർമ്മിക്കുന്ന സിനിമയിൽ ശ്രീനിവാസനോടൊപ്പം ലെനയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. നവാഗത സംവിധായകനായ ശ്രീകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വിഷുവിന് റിലീസ് ചെയ്യാനാണ് തീരുമാനം.